Hello friends, myself Sri Lashmi, M.Ed Scholar, Department of Education, Taikad. Here we are going to discuss about intelligence. Intelligence എന്നാൽ എന്താണ് അഥവാ ബുദ്ധി. Intelligence എന്നാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Intelligence is the capacity for abstracting logic, understanding, self-awareness, learning, emotional knowledge, reasoning, planning, creativity thinking and problem solving. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക് തിങ്കിങ്, നമ്മൾ ലോജിക്കലി ഒരു കാര്യം ചിന്തിക്കാനും അതിനെ മനസ്സിലാക്കാനും ഒരു സെൽഫ് അവെയർനെസ് നടത്താനും പഠിക്കാനും അല്ലെങ്കിൽ ലേൺ ചെയ്യാനും ഇമോഷണൽ നോളജ് അക്വയർ ചെയ്യാനും അല്ലെങ്കിൽ റീസണിങ് നടത്താനും പ്ലാനിങ് നടത്താനും ക്രിയേറ്റീവായ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യാനും ഒപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എബിലിറ്റിയാണ് അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസിന് ഒരു ഫേമസ് ഡെഫിനിഷൻ ഉണ്ട് വെഷ്ലറുടേത്. അക്കോർഡിംഗ് ടു വെഷ്ലർ, ഇൻ്റലിജൻസ് ഈസ് ദ അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി of an individual to act purposefully, to think rationally, to deal effectively with his environment. ഒരു വ്യക്തിക്ക് ഉള്ള ഒരു ഗ്ലോബൽ കപ്പാസിറ്റിയാണ് അദ്ദേഹത്തിന് പർപ്പസ്ഫുള്ളി തിങ്ക് ചെയ്യാനും റാഷണലായിട്ട് ഒരു കാര്യത്തിന് പർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യാനും റാഷണലായിട്ടൊരു കാര്യത്തിനെ തിങ്ക് ചെയ്യാനും അതിനെ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനും ഉള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു വെഷ്ലർ. അപ്പം ധാരാളം തിയറീസ് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൽ ഫാക്ടർ തിയറി, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഉണ്ട്, മൾട്ടി ഫാക്ടർ തിയറി ഉണ്ട്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്, ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് തിയറീസ് പിന്നെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്, എത്ര തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്, കൾച്ചറൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സോഷ്യൽ ഇൻ്റലിജൻസ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹവാർഡ് ഗാർഡ്നർ ആണ് പ്രപ്പോസ് ചെയ്തത്. ഹവാർഡ് ഗാർഡ്നറിൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധി പ്രധാനമായും 8 തരത്തിലുണ്ട്. വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ലോജിക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡ്ലി കെനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇതിൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പെർസീവ് ദ വിഷ്വൽസ്. ഒരു വ്യക്തി ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നത് ഒരു പിക്ചേഴ്സിനെ കണ്ടിട്ടാണ്. അപ്പോൾ ഒരു കാര്യം മെൻ്റൽ ഇമേജിലൂടെയാണ് ആ വ്യക്തി ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനർത്ഥം ആ വ്യക്തിക്ക് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണെന്നാണ്. ദേ എൻജോയ് ലുക്കിംഗ് അറ്റ് മാപ്സുകൾ നോക്കാനും അല്ലെങ്കിൽ ചാർട്ടുകൾ, പിക്ചേഴ്സ്, വീഡിയോസ്, മൂവീസ് ഇതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുള്ളവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജസ്. ദീസ് ലേണേഴ്സ് ഹാവ് ഹൈ ഡെവലപ്ഡ് ഓഡിറ്ററി സ്കിൽസ് ആൻഡ് ആർ ജനറലി എലിഗൻറ്റ് സ്പീക്കേഴ്സ്. ദേ തിങ്ക് ഇൻ വേർഡ്സ് റാദർ ദാൻ പിക്ചേഴ്സ്. അവർക്ക് പിക്ചറുകൾ കാണുന്നതിലുപരി വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് കൂടുതൽ. ലാംഗ്വേജസ് ഉപയോഗിക്കാൻ, വേർഡ്സ് ഉപയോഗിക്കാനായിരിക്കും കൂടുതലും ഇഷ്ടം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോജിക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് റീസൺ, ലോജിക് ആൻഡ് നമ്പേഴ്സ്. അവർ നമ്പേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ. ദീസ് ടൈപ്പ് ഓഫ് ലേണേഴ്സ് think conceptually in logic and numerical pattern, making connecting between pieces of information. If they get any pieces of information, അവർ അതിനെ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നത്? ദേ ആർ ലോജിക്കലി കണക്ട് ചെയ്യും അല്ലേ. ന്യൂമറിക്കൽ പാറ്റേൺസ് ആയിട്ടായിരിക്കും അവരതിനെ കണക്ട് ചെയ്യുന്നത്. Always curious about the world around them, these learners ask lot of questions and like to do experiments.
ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കാൻ, ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും ഇവർക്ക്. ഒപ്പം തന്നെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോഡി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ഹാൻഡിൽ ഒബ്ജക്ട്സ് സ്കിൽഫുള്ളി. അപ്പം ബോഡി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ എന്ന് പറയുന്നത് ഇപ്പം പ്ലെയേഴ്സ് ഉണ്ട് അല്ലേ, അവർക്കൊക്കെ ബോഡി കിനസ്തെറ്റിക് അവർ ദേ ആർ യൂസിങ് ദ മസ്കുലാർ മൂവ്മെൻറ്റ്സിലൂടെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാനും റിട്ടേൺ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ. These learners express themselves through movements. They have a good sense of balance and eye-hand coordination. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ കാണും. ബിക്കോസ് ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾ വന്ന് അതിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവരുടെ ഹാൻഡും അവരുടെ ഐയും ഓൾ ബോഡിയും ഉള്ള ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു കോർഡിനേഷൻ ഉള്ളവരായിരിക്കും ഇവർ. Though interacting with the space around, these are able to remember and process information. അവർ ഇത്തരത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതായാലും റിമെമ്പർ ചെയ്യുന്നതായാലും എല്ലാം അവരുടെ ബോഡി മസ്കുലാർ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക് അല്ലെങ്കിൽ റിതമിക് ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അപ്രീഷിയേറ്റ് മ്യൂസിക്. ദോസ് മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ലേണേഴ്സ് തിങ്ക് ഇൻ സൗണ്ട്. അവരെന്തായിരിക്കും എപ്പോഴും റിതമിക് പാറ്റേൺസിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. ദേ ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് ടു മ്യൂസിക്, എയ്തർ അപ്രീഷിയേറ്റിംഗ് ഓർ ക്രിട്ടിസൈസിങ് what they hear. Many of these learners are extremely sensitive to environment sounds. അതവർ ഇപ്പം ഒരു ടാപ്പിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരത് നോട്ട് ചെയ്യും. അവർ എൻവയോൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള സൗണ്ട്സുമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്കുണ്ടായിരിക്കും. ഇപ്പം ബെല്ലൊക്കെ കേട്ടാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു സൗണ്ട് കേട്ടാൽ അവരതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ബിക്കോസ് ദേ ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദ റിതം, സൗണ്ട്, മ്യൂസിക്. സോ നെക്സ്റ്റ് എന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആയാലും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആയാലും ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റിലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഇറ്റ് ഈസ് ആൻ അതൊരു ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണ്. These learners try to see things from other people's point of view in order to understand how they think and feel. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവർ മറ്റൊരാൾ ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ അവർക്കതിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും. They often have an ability to see the feelings, intention and motivations. അവർ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സെൽഫ് റിഫ്ലെക്ട്. അവർക്ക് സെൽഫ് റിഫ്ലെക്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി കാണും. ഉള്ളിലേക്ക് നോക്കാം അല്ലേ, സ്വന്തമായിട്ട് എന്തൊക്കെ മിസ്റ്റേക്സുകളുണ്ട്, എന്തൊക്കെ പോസിറ്റീവ്സുകളുണ്ട്, അതെന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണലായിട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. ദേ ആർ അവെയർ ഓഫ് അവരുടെ തന്നെ എന്തായിരിക്കും ഇന്നർ സ്റ്റേറ്റിനെ അവർ അവെയർ ആയിരിക്കും. അവരുടെ ഇന്നർ സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരായിരിക്കും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ. These learners try to understand their inner feelings, dreams, relationships and others. അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇത് അത് 1995 ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്തത്, മുന്നോട്ട് വെച്ചത്. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ
അവർ ഉറപ്പായിട്ടും സെൽഫ് അവെയർ ആയിരിക്കണം, സെൽഫ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, സോഷ്യൽ അവെയർനെസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് അല്ലേ, സോഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ അവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സെൽഫ് അവെയർനെസ്സിൽ തന്നെ ഉള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇമോഷണൽ അവെയർനെസ്, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കണം, സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സെൽഫ് അവെയർനെസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ സോഷ്യൽ അവെയർനെസ് ആണെങ്കിലോ, അവർ എമ്പത്തറ്റിക് ആയിരിക്കണം, സമൂഹത്തിനോട് എമ്പത്തറ്റിക് ആയിരിക്കണം അല്ലേ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കിയിരിക്കണം, ആസ് ഹിസ് ഓൺ ഫീലിങ്സ് അല്ലേ. ഒപ്പം തന്നെ അവർ സർവീസ് മൈൻഡഡ് ആയിരിക്കണം, ഓർഗനൈസേഷണൽ അവെയർനെസ് ഉണ്ടായിരിക്കേണ്ടവരാണ് അവർ. പിന്നെ സെൽഫ് മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സെൽഫ് മാനേജ്മെൻറ്റ് അത് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം അല്ലേ, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം, ദേ മസ്റ്റ് ബി ഒപ്റ്റിമിസ്റ്റിക്, ആൻഡ് അവർക്കൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അവരെപ്പോഴും പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും വ്യൂ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മാനേജ്മെൻറ്റ്. ഈ സോഷ്യൽ മാനേജ്മെൻറ്റ് സ്കില്ലുള്ളവർ ഡെവലപ്പിംഗ് അതേഴ്സ്, അവരൊരു കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ, ഓരോ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. ദേ ആർ ദ ലീഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെയുള്ളൊരു കപ്പാസിറ്റി ഇവർക്ക് കാണും. അതാണ് അവരുടെ ഇമോഷണൽ കോഷ്യൻ്റ് കൂടുതലുള്ള വ്യക്തി. ഇമോഷണലി അവർ നല്ല കോഷ്യൻ്റ് ഉള്ള വ്യക്തികളാണെന്നുള്ള ഒരു ടീം വർക്ക് ആയാലും ഒരു കൊളാബറേറ്റീവ് വർക്കായാലും എല്ലാം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കും? അവർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ഇൻ്റലിജൻസ്. കൾച്ചറൽ ഇൻ്റലിജൻസ് പ്രപ്പോസ് ചെയ്തത്, പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണ്? പ്രൊഫസർ ക്രിസ്റ്റഫർ ആണ്. പ്രൊഫസർ ക്രിസ്റ്റഫറും സോൺ ആക് എന്ന് പറയുന്നവരാണ് എന്ത് ചെയ്തത്? കൾച്ചറൽ ഇൻ്റലിജൻസ് പ്രപ്പോസ് ചെയ്തത്. അതിലെന്താണ് നമുക്ക് തന്നെ അറിയാം അല്ലേ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഈ കൾച്ചറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൾച്ചറൽ കോഷ്യൻറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു റിലേറ്റ് ആൻഡ് വർക്ക് എഫക്റ്റീവ്ലി അക്രോസ് ദ കൾച്ചർ, ബിയറിംഗ് സിമിലാരിറ്റീസ് ടു ദ ടേം കൾച്ചറൽ അജിലിറ്റി. അത് കൾച്ചറൽ അജിലിറ്റി എന്ന് പറയുന്നതും കൾച്ചറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതും ഒരു സിമിലർ ടേംസ് ആണ്. അത് എഫക്റ്റീവായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചറിൽ ചെല്ലുമ്പോൾ, ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ് കൾച്ചറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് നമുക്ക് പറയാം. അതായത് ഡ്രൈവ്, നോളജ്, സ്ട്രാറ്റജി, ആക്ഷൻ. ഇതെന്ന് പറയുന്ന ഒരു സൈക്ലിക് ആയിട്ട് നമുക്ക് കൾച്ചറൽ കോഷ്യൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഡ്രൈവ് എന്താണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ കാണും അല്ലേ, ലേൺ അതർ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. നമുക്ക് മറ്റ് കൾച്ചേഴ്സിനെ പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കൾച്ചറൽ കോഷ്യൻറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ദിസ് ഡ്രൈവ് ഗീവ്സ് ദ എനർജി ടു പെർസ്യൂ ദ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് മറ്റ് കൾച്ചറിനെ പഠിക്കാനുള്ള ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഡ്രൈവ് എന്ന് പറയുന്നത് അല്ലേ, കൾച്ചറൽ കോഷ്യൻറ്റ് ഡ്രൈവ്. അത് മോട്ടിവേഷൻ എന്ന് നമ്മൾ പറയും. അറ്റ് ദ സെയിം ടൈം കൾച്ചറൽ കോഷ്യൻറ്റ് നോളജ് ഉണ്ട് അല്ലേ. ഈ ഡ്രൈവ് തരുന്ന എനർജി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊഗ്നിറ്റീവ് പ്രോസസ്സ് നടത്തുകയാണ്. ദ നോളജ് അബൌട്ട് ഡൈവേഴ്സ് കൾച്ചറൽ ആസ്പെക്ട്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കൾച്ചറിൻ്റെ സിമിലാരിറ്റീസ് പഠിക്കുന്നു, ഡിഫറൻസസ് പഠിക്കുന്നു, ഒപ്പം തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ്, മെറ്റാകോഗ്നിഷൻ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വി റെക്കഗ്നൈസ് ഓഫ് വാട്ട്സ് ഗോയിങ് ഇൻ അക്രോസ് ദ കൾച്ചറൽ സിറ്റുവേഷൻസ്. ഒരു ക്രോസ് കൾച്ചറൽ സിറ്റുവേഷൻസിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എന്താണ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് ദാറ്റ് അവെയർ ടു മാനേജ് ദോസ് സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. നമ്മൾ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാം, ആ സ്ട്രാറ്റജീസിനെ നമ്മൾ ബിഹേവിയറിൽ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് കൾച്ചറൽ കോഷ്യൻറ്റ് ആക്ഷൻ.
This is the capability to adapt our behavior appropriately for different cultures. ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലും നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ആ മാറ്റം വരുത്താനുള്ളൊരു കപ്പാസിറ്റി അല്ലേ, അതാണ് നമ്മൾ ആക്ഷൻ എന്നുകൊണ്ടുള്ള ഫോർത്ത് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഹാവിങ് എ ഫ്ലെക്സിബിൾ നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആ ഒരു സ്യൂട്ടബിൾ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കണം അല്ലേ. ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും, അപ്പോൾ അവിടെ എല്ലാവരെയും മാനിച്ചുകൊണ്ടൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കാര്യം വേണം നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻ്റലിജൻസ്. സോഷ്യൽ ഇൻ്റലിജൻസിൽ എന്താണ് പറയുന്നത്? സോഷ്യൽ ഇൻ്റലിജൻസ് തിയറി of the theory of social intelligence was first brought to the forefront by the American psychologist Edward Thorndike in 1920. തോണ്ടേക്ക് കൊണ്ടുവന്നതാണ് ഈ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്സ് ഫ്രം എക്സ്പീരിയൻസ് വിത്ത് പീപ്പിൾ ആൻഡ് ലേണിംഗ് ഫ്രം സക്സസ് ആൻഡ് ഫെയിലുവർ ഇൻ സോഷ്യൽ സെറ്റിംഗ്സ്. ഇറ്റ് ഇസ് മോർ കോമൺലി റെഫേഴ്സ് ടു ആസ് ടാക്ട് അല്ലെങ്കിൽ കോമൺ സെൻസ്, സ്ട്രീറ്റ് മാനേഴ്സ് എന്നൊക്കെ നമുക്ക് സോഷ്യൽ ഇൻ്റലിജൻസിനെ പറയാം. അപ്പോൾ 7 ടിപ്സ് ഉണ്ട് ടു ഇംപ്രൂവ് അവർ സോഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളൊരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്നത് സോഷ്യൽ ആനിമലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ ഇൻ്റലിജൻറ്റ് ആകേണ്ട ആവശ്യവുമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റെസ്പെക്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പം കൾച്ചറൽ ഡിഫറൻസസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഓരോരുത്തരുടെയും കൾച്ചർ വ്യത്യസ്തമാണ്, അതിനെ ഓരോന്നിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കുക എന്നതാണ് ഫസ്റ്റ് ടിപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപതി. നമ്മൾ വി ഷുഡ് ബി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു എഫക്റ്റീവായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ വേണ്ട ഒരു കാര്യമാണ് ലിസണിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപത്തറ്റിക് ആവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹവുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് മറ്റൊരുവനെ കേൾക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. സോ വി നീഡ് ടു പ്രാക്ടീസ് ലിസണിങ് വിത്ത് ദ എംപതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിക്കം ജെനുവിനിറ്റി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ. അതായത് ജെനുവിൻ ആയിരിക്കുക, നമ്മൾ ആരോടും ഫേക്ക് ആയിട്ടൊരു ഫേക്ക് ആയിട്ട് ബിഹേവ് ചെയ്യാതിരിക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് നോ യുവർ വാല്യൂസ് ആൻഡ് ലീവ് ബൈ ദം. നമ്മളെപ്പോഴും നമ്മുടെ വാല്യൂസിനെ മനസ്സിലാക്കുക, ആ വാല്യൂസിനെ മുറുകെ പിടിക്കുക. ഫിഫ്ത്ത് വൺ ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. സോ വി നീഡ് ടു ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേൺ ഹൗ ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് അല്ലേ. ഡിഫറെൻറ്റ് ഈഗോസ് ഒക്കെ കാണും അല്ലേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളിനെ എല്ലാത്തിനെയും റിസോൾവ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക റിലേഷൻഷിപ്സ്. സെവൻത് വൺ കീപ് ദ ഗോൾഡൻ റൂൾ ഇൻ മൈൻഡ് ഡേ ആഫ്റ്റർ ഡേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് തന്നെ റിവൈസ് ചെയ്യുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ 7 ടിപ്സുകൾ എപ്പോഴും സോഷ്യൽ ഇൻ്റലിജൻ്റ് ആയി മാറാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ നമുക്കൊരു സൊസൈറ്റിയിൽ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഇമ്പാക്റ്റ് ഓൺ ലേണേഴ്സ്. എന്താണ് നമുക്ക് ഈ ഡിഫറെൻറ്റ് ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചു അല്ലേ, ഇത് ലേണേഴ്സിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എങ്ങനെ ഒരു ലേണറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻ്റലിജൻ്റ് എന്താണ്, ഏത് ഫീൽഡിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി ദ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും അല്ലേ. നമുക്ക് നമ്മുടെ ഇൻ്റലിജൻസ് ഏത് ഫീൽഡിലാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഫീൽഡിൽ കൂടുതൽ വർക്ക് ചെയ്യും, ദ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. Now consider the all intelligence to be equally important അല്ലേ. എല്ലാ ഇൻ്റലിജൻസും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഉള്ള ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റി എന്താണ്, അതിനെ റെസ്പെക്റ്റ് ചെയ്യാനോ അതിനെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. Students have different set of developed intelligence. That is, each has a unique set of intellectual
സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവരി സ്റ്റുഡൻസ് അബ്സോർബ് ഇൻഫർമേഷൻ ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ഹിസ് ലേണിംഗ് സ്റ്റൈൽ. ഓരോരുത്തരും അവരുടെ ലേണിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരവരുടെ ലേണിംഗ് സ്പേസിൽ വെച്ചായിരിക്കും അവർക്ക് അവരുടേതായ പേസ് കാണും. ആ ഒരു പേസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് impractical and impossible to design a lesson accommodating every single ലേണിംഗ് സ്റ്റൈൽ. ഓരോ ലേണിംഗ് സ്റ്റൈലും വെച്ച് നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലെസൺ പ്ലാൻസ് ഒന്നും ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ അതിലെല്ലാം കോപ്പറേറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത്തരത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലൂടെ കഴിയുന്നു. യൂസ്ഫുൾ അസസ്മെൻറ്റ് മെത്തേഡ് ഇൻക്ലൂഡ് സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ, ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ജേർണൽസ് ആൻഡ് അസസിങ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്സുകൾ നടത്തിയാൽ മാത്രമേ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദിസ് റെക്കഗ്നിഷൻ ക്യാൻ ഹെൽപ്പ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് സെൽഫ് കോൺഫിഡൻറ്റ് ഇൻ ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻറ്റിനെ സെൽഫ് കോൺഫിഡൻ്റ് ആക്കാൻ അല്ലെങ്കിൽ ലേണറിനെ നമുക്ക് സെൽഫ് കോൺഫിഡൻ്റ് ആക്കാൻ എന്തിലൂടെ പറ്റും, ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻ്റലിജൻസ്. ഒരു വ്യക്തിക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ആസ് എ ലേണർ എന്തൊക്കെ ഇമ്പാക്റ്റ്, അത് ഒരു ലേണറിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ലേണർ ആണെന്നുണ്ടെങ്കിൽ ഈ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ തന്നെ ഈ ലേണിംഗ് ഡിസൈനിങ്, പ്രത്യേകിച്ച് ഈ ലേണിംഗ് ഡിസൈനിങ്ങിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ലേണിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ഫോക്കസ് സോളി ഇൻ സോഷ്യൽ ഇൻ്റലിജൻസ്. സോഷ്യൽ ഇൻ്റലിജൻസ് നോക്കിയിട്ടാണ് ഈ ലേണിംഗ് ഡിസൈൻ ചെയ്യുന്നത്. ബിക്കോസ് അത് എല്ലാവർക്കും അഡാപ്റ്റീവ് ആയിരിക്കണം അല്ലേ. ടേക്ക് എ കെയർഫുൾ ലുക്ക് അറ്റ് ദ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് മെൻഷൻഡ് എബോവ് ടു സീ ഇഫ് എനി അതേഴ്സ് ക്യാൻ ബി integrated into your curriculum. This gives you the ability to offer a well-rounded e-learning experience that provided even more advantages to your online learners. ഓൺലൈൻ ലേണേഴ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യുന്നു, സോഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവർ ഡെവലപ്പ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എല്ലാ തരത്തിലുള്ള ലേണേഴ്സിനെയും നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒപ്പം തന്നെ ഈ സോഷ്യൽ ഇൻ്റലിജൻസിനെ മനസ്സിലാക്കുന്ന ഒരു ലേണറിന് അവൻ്റെ സിറ്റുവേഷണൽ അവയർനെസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ക്ലാരിറ്റി, എംപതി, പ്രസൻസ്, ഈ പറഞ്ഞ ഫീലിങ്സുകളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് കൾച്ചറൽ ഇൻ്റലിജൻസ്. കൾച്ചറൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. അതിനകത്ത് ലാംഗ്വേജ് ലേണിംഗ് അല്ലെങ്കിൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൊളാബറേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയ, പലതരത്തിലുള്ള ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള സ്റ്റുഡൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒപ്പം അവരുടെ ലാംഗ്വേജും കസ്റ്റം കൾച്ചർ ഇതെല്ലാം പഠിക്കാനും സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. Your learners become clear-headed, confident and eager to explore the unknown. നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ഹെഡഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നത് ഇഫ് വി മസ്റ്റ് ഹാവ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലേ. നമുക്ക് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. They work better together, share stronger communication and overcome obstacles to discover with ease. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടിയ ആൾക്കാരാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലേണർ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ. ഹാവിങ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഓപ്പൺ ഗേറ്റ്വേ ടു പവർഫുൾ ലേണിംഗ് ആൻഡ് യു ക്യാൻ ഹെൽപ്പ് യുവർ സ്റ്റുഡൻസ് ഫൈൻഡ് ഇറ്റ്. ഒപ്പം തന്നെ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സിനെ നമ്മളുടെ ചുറ്റുമുള്ള ലേണേഴ്സിനെ എന്ത് ചെയ്യാൻ എന്തിനു വേണ്ടി നമുക്ക് പ്രേരിപ്പിക്കാൻ പറ്റും, എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഗേറ്റ് വേ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ദ കീ ആർ ഹിയർ ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ സ്റ്റുഡൻസ്. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസ് സെൽഫ് അവെയർനെസ്, ഒപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഹൈ മോട്ടിവേഷൻ ലെവൽ ആൻഡ് മോർ എംപത്തറ്റിക് ആൻഡ്
ആൻഡ് കമ്പാഷൻ ഫോർ അതേഴ്സ്. നമ്മൾ എംപത്തറ്റിക് ആവുകയും അതേഴ്സ് കമ്പാഷൻ ഫോർ അതേഴ്സ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളർത്തിയെടുക്കാൻ പറ്റും. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബെറ്റർ റിലേഷൻഷിപ്സ്. ഈ പോസിറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞു നമ്മൾ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ലേണേഴ്സിൽ ഉണ്ടാക്കുന്നത് അല്ലേ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആയാലും സോഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ഒപ്പം കൾച്ചറൽ ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.